തിരികെ സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, കനത്ത മഴയെ തുടർന്ന് മണിമലയാർ കര കവിഞ്ഞൊഴുകി തിരുവല്ലയുടെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. എംസി റോഡിലെ തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയിലുള്ള കുറ്റൂരിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ലോറിയിലും ഫയർഫോഴ്സിലും ഡെങ്കി ബോട്ടിലും അകപ്പെട്ട് കിടക്കുന്നവരെ പുറത്തെത്തിക്കുകയാണ് ഇപ്പോൾ. റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റൈസ്, രാവിലെ നമ്മൾ കണ്ട കാഴ്ചയ്ക്ക് യാതൊരു മാറ്റവുമില്ലേ? ഇപ്പോഴും പൂർണ്ണമായും മുങ്ങിയ നിലയിലൊക്കെ വീടുകൾ തുടരുന്ന സാഹചര്യം തന്നെയാണോ? വെള്ളം ഒട്ടും ഇറങ്ങിയിട്ടില്ലേ? ഒപ്പം ഈ ഗതാഗത ക്രമീകരണം എങ്ങനെയാണ്? മധു, വെള്ളം തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ കയറിയത് ഒട്ടും തന്നെ ഇറങ്ങിയിട്ടില്ല. എം സി റോഡിൻ്റെ 3-4 ഭാഗത്ത് വെള്ളം കിടക്കുകയാണ്. പ്രത്യേകിച്ച് എം സി റോഡ് തിരുവനന്തപുരം കോട്ടയം യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഒരു വശത്ത് ഗതാഗതം ക്രമീകരിച്ച് അടുത്ത വശത്തൂടെ വാഹനം വിടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ഒരു പ്രശ്നം നമ്മൾ കുറച്ച് സമയം മുമ്പ് രക്ഷാപ്രവർത്തകർക്ക് ഒപ്പം പോയ സമയത്ത് കണ്ട ഒരു കാഴ്ച, ഏതാണ്ട് ഒരു ഭാഗത്ത് ഒരു തെങ്ങോലി എന്നൊക്കെ പറയുന്ന കുട്ടൂർ പഞ്ചായത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഉള്ള ആളുകൾ ഏതാണ്ട് ഒരു നില വീടൊക്കെ മൊത്തം മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോഴും ആ ഭാഗത്തുനിന്ന് പൂർണ്ണമായും രക്ഷാപ്രവർത്തനം നടത്തി പുറത്തേക്ക് ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ ആറന്മുള ഭാഗത്ത് കണ്ടതുപോലെ തന്നെയുള്ള വീടുകളിലേക്ക് വരാൻ ആളുകൾ തയ്യാറാകാത്ത പ്രതിസന്ധിയൊക്കെ ആ ഭാഗത്തും നിലനിൽക്കുകയാണ്. ഒപ്പം അവിടെ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നിരണം ഭാഗം അപ്പർ കുട്ടനാട്ടിലേക്ക് കയറുകയാണ്. ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. ആ ഭാഗത്തും നല്ലതുപോലെ വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മൾ മാരാമണിലെ ചെട്ടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്ത് പമ്പയിൽ നിന്ന് വെള്ളം ആദ്യം റോഡിൽ കയറും, റോഡിൽ നിന്ന് ഇറങ്ങി ഒരു വയലിലേക്ക് പോവും, വയലിൽ നിന്ന് വീണ്ടും റോഡിലേക്ക് ഇറങ്ങും എന്നതാണ് അവസ്ഥ. ഈ മഴവെള്ളം വരുന്നതിൻ്റെ അവസ്ഥ പത്തനംതിട്ട ജില്ലയെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആകെ ഒരു സങ്കടകരമാണ്. ആദ്യം റാന്നിയിൽ കയറുന്ന വെള്ളം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ റാന്നിക്കാർക്ക് ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ആറന്മുളക്കാർക്ക് അവരുടെ ആശ്വാസം പോകും, അവിടെ വെള്ളം കയറും. ആറന്മുളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെങ്ങന്നൂരിൽ കയറും, തിരുവല്ലയിൽ കയറും, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആലപ്പുഴയിലെ നിരണം ഭാഗത്തേക്ക് കയറും എന്നതാണ് അവസ്ഥ. ഈ ഭാഗത്ത് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണോ അതോ കുറയുകയാണോ? കൂടുവാണ്. ഏകദേശം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് ഇപ്പം. കാരണം ഞങ്ങൾ രാവിലെ തന്നെ ഷോപ്പ് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് ഏകദേശം താഴെ വരെ ഉള്ളായിരുന്നു വെള്ളം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടാണ് വേഗം ഫാസ്റ്റായിട്ടാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അലേർട്ടായിട്ട് എപ്പോഴും മഴയും കൂടെ പെയ്താൽ ഈ വെള്ളത്തിന് പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധനങ്ങൾ മേളിൽ ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഈ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റിയത്. വീടുകളിൽ സേഫ് ആണോ? വീടുകളിൽ സേഫാണ്. വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതൊന്ന് ചെറിയ മേളോട്ടുള്ള ഒരു റൂഫുണ്ട്, അവിടെയാണ് മുങ്ങിയിരിക്കുകയാണ്. 2 നില വീടിന്റെ ഒരു നില മുങ്ങിയിട്ടുണ്ട്. മേളിലാണ് ക്യാമ്പിലേക്കും മറ്റും പോകുന്നുണ്ട്. ക്യാമ്പിൽ പോകുന്നുണ്ട്. വേറെ വീട്ടിലുള്ള എല്ലാവരും പോയി പോയിട്ടുണ്ട്. സാധനം മേടിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി വീട്ടിലെ സാധനങ്ങളൊക്കെ പോയോ? പോയി മിക്കവാറും സാധനങ്ങളെല്ലാം പോയി. പുതിയൊരു ഫ്രിഡ്ജ് മേടിച്ചായിരുന്നു, അത് പോയി. എടുത്തില്ലായിരുന്നു. അത് വെള്ളം കയറി വരുന്ന പെട്ടെന്നായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ബാക്കി കട്ടിലും ബാക്കി കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേലോട്ട് കയറ്റിയായിരുന്നു. ഫ്രിഡ്ജ് മാത്രം ഒഴിച്ച് ബാക്കിയുള്ള പുതിയ ഫ്രിഡ്ജ്. എന്ത് ചെയ്യാം? ഞാൻ ഷോറൂമിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇതാണ് ഒരാളുടെ അവസ്ഥ. ഒന്ന് നോക്കും അത്. അദ്ദേഹം ഒരു ഫ്രിഡ്ജ് വാങ്ങി, പുതിയ ഫ്രിഡ്ജാണ്. അതെടുത്ത് മുകളിലേക്ക് മാറ്റി സേഫായിട്ട് വെക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പേ വെള്ളം കയറി വന്ന് അത് നശിച്ചു. ബാക്കി ഇതൊരാളുടെ, നമ്മൾ ഫ്രണ്ടിൽ കണ്ട യാദൃശ്യമായി കണ്ടു ചോദിച്ച ഒരാളുടെ അവസ്ഥയാണ്. ഇതേ അവസ്ഥ ഓരോ റാന്നിക്കാരനും ആറന്മുളക്കാരനും തിരുവല്ലക്കാരനും ചെങ്ങന്നൂരുകാരനും പറയാനുണ്ട് എന്നതാണ് നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്തു നിന്നാണ് വെള്ളം ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ചെട്ടിമുക്ക് ഭാഗത്തേക്ക് വെള്ളം കയറുന്നത്. അതിനപ്പുറത്തേക്ക് ആൾതാമസമുണ്ട്. വിവരങ്ങൾ നൽകിയത് ചെങ്ങന്നൂരും തിരുവല്ലയിലും ഇടയിൽ വലിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരായി അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുകയുമാണ്. മറ്റെല്ലാ സാധനങ്ങളും മുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു, പക്ഷേ ഏറ്റവും അവസാനം ആ ഫ്രിഡ്ജ് മാറ്റാമെന്ന് വിചാരിച്ചു നടന്നില്ല. ഇങ്ങനെ നിന്ന നിപ്പിൽ അതാണ് പറയുന്നത്, സുരക്ഷ നോക്കേണ്ടുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പം പ്രിയപ്പെട്ടത് പലതും എല്ലാവർക്കും നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്.